ഇവിടെ എന്ത് ചോദിച്ചാലും കേന്ദ്രം തന്നില്ല എന്ന് കുറ്റം പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും വിശ്വസിച്ചോളൂ. പക്ഷെ ഇതിനൊക്കെ ഫെഡറൽ സംവിധാനത്തിൽ ചില ക്രമീകരണങ്ങളുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഒരു നുണ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. പുലിക്കളിക്കാർക്ക് 3 ലക്ഷം കൊടുത്തില്ല എന്ന് പറയും. എലക്ഷൻ പ്രചരണ യോഗങ്ങളിലെ ഏറ്റവും വലിയ വഞ്ചനയ്ക്കാണ് മാധ്യമങ്ങൾ കുടപിടിച്ചത്. അതിന്റെ സത്യം എന്താണ്? ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ലെറ്റർ ഉണ്ട്. അത് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകാത്തവരാണെങ്കിൽ അതിന്റെ ഒരു വിവർത്തനം ചെയ്ത് കൊടുക്കാമല്ലോ. അതിലെ സത്യം പറയണ്ടേ? ഇത് ഫെഡറൽ സംവിധാനത്തിൽ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഇടതനായാലും വലതനായാലും അവരൊക്കെ നിലവിളിക്കുന്നത് എന്ത് മൂല്യത്തിന് വേണ്ടിയാണോ ആ മൂല്യം കാത്തു സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് കേരള സർക്കാരിന് അതിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. എന്താണ് മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്? 3 ലക്ഷം രൂപ ചരിത്രത്തിൽ ആദ്യമായിട്ട്. സുരേഷ് ഗോപി തുടങ്ങി വെച്ച സമ്പ്രദായമൊന്നുമല്ല പുലിക്കളി. ഇതൊരു വലിയ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിന് കഴിഞ്ഞ 5 ടേമിൽ ഇവിടെ നിന്ന് ജയിച്ചു പോയ ഇടതായാലും വലതായാലും, വലതെന്നൊന്നും ഒരിക്കലും, വലതെന്ന് പറയുമ്പം വലതെന്നും അർത്ഥമുണ്ട്, ശരിയെന്നും അർത്ഥമുണ്ട്. ശരിയെന്ന് ഒരു വലിയ അർത്ഥമുള്ളത് കൊണ്ട് അവരെ വലതെന്ന് വിളിക്കാൻ ഞാൻ തയ്യാറേ അല്ല. ഇന്ത്യയിൽ ആകമാനം. പക്ഷെ എങ്കിലും ഈ 5 ടേമിൽ 25 വർഷമായിട്ട് ജയിച്ചു പോയ MP-മാർക്ക് ആർക്കെങ്കിലും സാധിച്ചോ ഇത്? ആകെ എനിക്ക് തോന്നുന്നു 2022 നരേന്ദ്രമോദിജി ഈ സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ വഴി 1 ലക്ഷം രൂപ ഇവർക്ക് പാരിതോഷികം അനുവദിച്ചത്. അതേ വർഷം പുലിക്കളി സംഘങ്ങളെ ഞാൻ അന്നേ ദിവസം കാണാൻ പോയപ്പോഴാണ് അവർ പറഞ്ഞത് ഇതൊട്ടും പര്യാപ്തമല്ല. ഞാൻ പറഞ്ഞ എന്ത് ചെയ്യാൻ? ആ സംസ്ഥാന സർക്കാരില്ലേ തരേണ്ടത്? ഇല്ല, അവര് 50,000 തരുന്നുണ്ട് എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഞാൻ റിട്ടയറായി നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് വേറെ ഒരു മാർഗവുമില്ല. ഞാൻ കേന്ദ്ര ഭരണത്തോട്, ടൂറിസത്തോടോ അല്ലെങ്കിൽ കൾച്ചർ മിനിസ്ട്രിയോടോ അപേക്ഷിക്കാം. ഇത് നരേന്ദ്രമോദി നേരിട്ട് കൊടുത്തതല്ല, അത് കൾച്ചർ മിനിസ്ട്രി വഴിയാണ് ഈ 1 ലക്ഷം കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ കയ്യിൽ നിന്ന് 50,000 വെച്ച് തരാമെന്ന് പറഞ്ഞ് 2023 അത് നൽകി. 2024 മന്ത്രിയായി വന്നതിന് ശേഷവും ഇവിടുന്ന് ഒരു അപേക്ഷ വരാത്ത പശ്ചാത്തലത്തിൽ അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു. പക്ഷെ അന്ന് ഞാൻ വാക്ക് കൊടുത്തു, അടുത്ത വർഷം ഈ പുലിക്കളി നടക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഗണ്യമായ ഒരു തുക നിങ്ങളുടെ കടബാധ്യത എന്ന് പറയുന്നത് ഇനി ഉണ്ടാവാതിരിക്കാൻ ഉള്ള ഒരു നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ആഗ്രഹം 5 ലക്ഷമായിരുന്നു. ഞാൻ തന്നെ കളക്ടറോട് പറഞ്ഞ് കളക്ടർ 5 ലക്ഷത്തിന് വേണ്ടി ഒരു ടീമിന് 8 ടീമിനാണ് അപേക്ഷിച്ചത്. ഇതിന്റെ അപേക്ഷ ഞാൻ എത്ര പ്രാവശ്യം ഒരു ടൂറിസം സെക്രട്ടറിയെ വിളിക്കേണ്ടി വന്നു എന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ഇവിടുന്ന് ഒരു അപേക്ഷ വരാതെ കേരള സർക്കാരിന്റെ ബന്ധപ്പെട്ട വകുപ്പ് ഒരു അപേക്ഷ തരാതെ അവിടുന്ന് ഒരു തുകയും തരാനൊക്കത്തില്ല. 21 ഓഗസ്റ്റ് 21 അന്ന് കാലത്ത് വിളിച്ച് മറ്റു പല കാര്യങ്ങൾക്കും ഞാൻ മുടക്കം വരുത്തും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ബിജു എന്ന് പറയുന്ന ടൂറിസം സെക്രട്ടറി അപ്പൊ തന്നെ അയച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ മെയിൽ പുഷ് ഫോർവേഡ് ചെയ്തു. നമുക്കവിടെ എന്താ, ഇത് ടെക്നോളജി അല്ലേ, അറിഞ്ഞൂടെ എപ്പോഴാണ് അയച്ചതെന്ന്? എല്ലാം രേഖകളുണ്ട്. 8-ാം തീയതി പുലിക്കളിയാണെങ്കിൽ 7-ാം തീയതി കാലത്താണ് പ്രൈം മിനിസ്റ്റർ ഒപ്പിട്ട് അത് ടൂറിസം മിനിസ്ട്രിയിൽ നിന്ന് 3 ലക്ഷം വെച്ച് 8 ടീമിന് അനുവദിച്ചിരിക്കുന്നു. 8-ാം തീയതി പുലിക്കളി കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് ഇത് 9 ടീമിനാക്കണമെന്ന് പറഞ്ഞത്. അത് ഈ വർഷം സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ 8 ടീമേ ഉള്ളൂ, 8 സംഘങ്ങളേ ഉള്ളൂ. എന്താണ് മൂന്നാമത്തെ ക്ലാസ് വെച്ചിരിക്കുന്നത്? കേരള സർക്കാർ
ഇവർ തരുന്ന ഫോട്ടോഗ്രാഫ്സും ഈ പേജന്റിന്റെ മുഴുവൻ ഡിസ്ക്രിപ്റ്റ് വീഡിയോസ് അടക്കം ഇതിന് തെളിവ് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ 3 ലക്ഷം കൊടുക്കുക. റീഇംബേഴ്സൽ മോഡാണ് കേന്ദ്രം. ലെറ്റർ ഉണ്ട്.